Hi, Chapter-9 International Trade unit-1 The Heckscher-Ohlin Theory of Trade എന്ന പോർഷനാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ പ്രീവിയസ് പോർഷൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നോക്കാത്തവരതൊന്ന് ചെക്ക് ചെയ്യുക. അതേപോലെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പോർഷനിലേക്ക് കിടക്കാം. The Heckscher-Ohlin Theory of Trade. In the early 20th century, Swedish economists Eli Heckscher and Bertil Ohlin identified the role of labor and capital, so-called factor environments, as a determinant of advantage. ഇതിൽ മെയിനായിട്ട് എന്താ പറയുന്നത്, അതായത് ഈ തിയറിയിൽ മെയിനായിട്ട് ഫാക്ടർ എൻവയോൺമെന്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു കൺട്രിയിലെ എക്കണോമിക് ആക്ടിവിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന റിസോഴ്സസ് ആണ് ഫാക്ടർ എൻവയോൺമെന്റ്. എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, പിന്നെ മിനറൽസോ ഇങ്ങനത്തെ ഫാക്ടേഴ്സ് ആണ് ഫാക്ടർ എൻവയോൺമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഈ തിയറിയിൽ മെയിനായിട്ട് ലേബറും ക്യാപിറ്റലിനെയുമാണ് ഫാക്ടർ എൻവയോൺമെന്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് മേ അറൈസ് ഫോർ സെവറൽ റീസൺസ്. ഇതിലെന്താ മെയിനായിട്ട് പറയുന്നത്, അതായത് നമ്മൾ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറിയും അതേപോലെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറിയും നോക്കിയപ്പോൾ രണ്ട് കൺട്രി തമ്മിൽ ട്രേഡിൽ ഏർപ്പെടുമ്പോൾ ആ കൺട്രിക്ക് എന്തായിരിക്കും ബെനിഫിറ്റ് കിട്ടും. അബ്സല്യൂട്ട് അഡ്വാൻറ്റേജിൽ പറഞ്ഞത് രണ്ട് കൺട്രി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിലും ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കണം. അപ്പോഴാണ് ട്രേഡ് ചെയ്യുമ്പോൾ രണ്ട് കൺട്രിക്കും ബെനിഫിറ്റ് കിട്ടുന്നത്. പക്ഷേ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജിൽ എന്താ പറഞ്ഞത്, രണ്ട് കൺട്രിയിൽ ഏതെങ്കിലും ഒരു കൺട്രിക്ക് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് അതിൻ്റെ പ്രോഡക്റ്റിലെ രണ്ട് പ്രോഡക്റ്റിലും ഇല്ലെങ്കിൽ പോലും അവിടെ ട്രേഡിൽ ഏർപ്പെടുമ്പോഴോ അവിടെ ട്രേഡ് ചെയ്യുമ്പോൾ രണ്ട് കൺട്രിക്കും ബെനിഫിറ്റ് കിട്ടും. ഓക്കെ അല്ലേ? ഇതാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജും കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറിയിൽ മെയിനായിട്ട് പറഞ്ഞ കൺസെപ്റ്റ്. ഇത് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് മറക്കാതെ നോക്കുക. നോക്കിയിട്ട് ഈ കൺസെപ്റ്റ് നോക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഹെക്ഷർ-ഓഹ്ലിൻ തിയറി ഓഫ് ട്രേഡിൽ മെയിനായിട്ട് പറയുന്ന കൺസെപ്റ്റ് എന്താണ്? കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജിനെ കുറിച്ച് നമ്മൾ നോക്കിയതല്ലേ. ഇതിൽ പറയുന്നത് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് എന്തുകൊണ്ടാണ് എറൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വൈ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് എറൈസ്, അതിനെയാണ് മെയിനായിട്ട് ഹെക്ഷർ-ഓഹ്ലിൻ തിയറി ഓഫ് ട്രേഡിൽ പറയുന്നത്. ഓക്കെ അല്ലേ? ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. ഈ കൺസെപ്റ്റ് ഇതാണ് മെയിനായിട്ട് ഹെക്ഷർ-ഓഹ്ലിൻ തിയറിയിൽ പറയുന്നത്. Countries tend to export goods whose production uses intensively factor of production that is relatively abundant in the country. ഇതിലെന്താ മെയിനായിട്ട് പറയുന്നത്, കൺട്രി ഏത് തരത്തിലുള്ള ഗുഡ്സ് ആണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പ്രോഡക്ട്സ് ആണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഒരു കൺട്രിയിൽ ഏത് തരത്തിലുള്ള ഗുഡ്സ് ആണോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള റിസോഴ്സസ് ആണോ കൂടുതലായിട്ടുള്ളത്, അബുഡൻ്റ് ആയിട്ടുള്ളത്, ആ പ്രോഡക്ട്സ് ആണ് കൺട്രി എക്സ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ പറയുന്നത്. കൺട്രീസ് വെൽ എൻഡോഡ് വിത്ത് ക്യാപിറ്റൽ സച്ച് ആസ് ഫാക്ടറീസ് ആൻഡ് മിഷനറീസ് എക്സ്പോർട്ട് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് പ്രോഡക്ട്സ്. കൺട്രീസ് വിച്ച് വെൽ എൻഡോഡ് വിത്ത് ലേബർ ഷുഡ് എക്സ്പോർട്ട് ലേബർ ഇൻറ്റൻസീവ് പ്രോഡക്ട്സ്. ഇത് നമുക്ക് അറിയാവുന്ന ഒരു കൺസെപ്റ്റാണ്. കൺട്രി എന്താണ്, ഒരു കൺട്രി ക്യാപിറ്റലി സഫീഷ്യൻ്റ് ആണെങ്കിൽ ആ കൺട്രി എന്ത് ചെയ്യണം, ആ കൺട്രി ഏത് തരത്തിലുള്ള പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യണം, ക്യാപിറ്റലി ഇൻറ്റൻസീവ് പ്രോഡക്ട്സ്. അതേ ടൈമിലോ ഒരു കൺട്രി ലേബർ സഫീഷ്യൻ്റ് ആണെങ്കിലോ ലേബർ ഇൻറ്റൻസീവ് പ്രോഡക്ട്സ് ആണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? അടുത്ത് പറയുന്ന പോയിന്റ് എന്താ, എക്കണോമിക്സ് ടുഡേ തിങ്ക് ദാറ്റ് ഫാക്ടർ എൻവയോൺമെന്റ്സ് മാറ്റർ ബട്ട് ദർ ആർ ഓൾസോ അതർ ഇമ്പോർട്ടൻറ്റ് ഇൻഫ്ലുവൻസ് ഓൺ ദ ട്രേഡ് പാറ്റേൺസ്. അതായത് ഇവിടെ മെയിനായിട്ട് പറയുന്നത് ഫാക്ടർ എൻവയോൺമെന്റ്സ് ട്രേഡ് പാറ്റേൺസിനെ അഫക്റ്റ് ചെയ്യും. പക്ഷേ ഫാക്ടർ എൻവയോൺമെന്റ്സ് മാത്രമാണ് അഫക്റ്റ് ചെയ്യുള്ളൂ, അല്ല, അതർ ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യും. അതർ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ടെക്നോളജി, അതേപോലെ ഗവൺമെന്റ് പോളിസി, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, സോ ഇങ്ങനത്തെ ഫാക്ടേഴ്സും കൂടെ ഒരു ട്രേഡിന്റെ പാറ്റേണിനെ അഫക്റ്റ് ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ദ ഇൻക്രീസ് ഇൻ ദ കോമ്പറ്റീഷൻ കമ്മിങ് ഫ്രം ഫോറിൻ ഫാംസ് പുട്ട് പ്രഷർ ഓൺ പ്രോഫിറ്റ്, ഫോർസിംഗ് ലെസ് എഫിഷ്യൻറ്റ് ഫാം ടു കോൺട്രാക്ട് ആൻഡ് മേക്കിംഗ് റൂം ഫോർ മോർ എഫിഷ്യൻറ്റ് ഫാം. എക്സ്പാൻഷൻ ആൻഡ് ന്യൂ എൻട്രി ബ്രിങ് വിത്ത് ദം ബെറ്റർ ടെക്നോളജീസ് ആൻഡ് ന്യൂ പ്രോഡക്റ്റ് വെറൈറ്റീസ്, ഗ്രേറ്റർ സെലക്ഷൻ അക്രോസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗുഡ്സ്. ഇതിലെന്താ മെയിനായിട്ട് പറയുന്നത്, ഇന്റർനാഷണൽ ട്രേഡ് കൂടുന്തോറും അവിടെ എന്ത് സംഭവിക്കുന്നു, എക്സ്പാൻഷൻ ആൻഡ് ന്യൂ എൻട്രി ബ്രിങ് വിത്ത് ദം ബെറ്റർ ടെക്നോളജീസ്, അതേപോലെ ന്യൂ പ്രോഡക്റ്റ് വെറൈറ്റീസ്. ബെറ്റർ ടെക്നോളജീസ് ഇമ്പ്രൂവ് ചെയ്യും, അല്ലെങ്കിൽ ടെക്നോളജീസ് ഇമ്പ്രൂവ് ചെയ്യും. അതേപോലെ പ്രോഡക്റ്റിൻ്റെ വെറൈറ്റീസ് ഇമ്പ്രൂവ് ചെയ്യും. ഇമ്പ്രൂവ് ചെയ്യുമെന്ന് വെച്ചാൽ നമുക്ക് കൂടുതലായിട്ട് ചോയ്സ് ഉണ്ടായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഗ്രേറ്റർ സെലക്ഷൻ അക്രോസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗുഡ്സ്. ഓരോ ഗുഡ്സിനും ഗ്രേറ്റർ സെലക്ഷൻ ഉണ്ടായിരിക്കും, അപ്പോൾ ചോയ്സ് ഇൻക്രീസ് ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. അടുത്ത പോയിന്റ് എന്താ പറയുന്നത്, ദർ ആർ ക്ലിയർ എഫിഷ്യൻസി ബെനിഫിറ്റ് ഫ്രം ട്രേഡ് ദാറ്റ് റിസൾട്ട് ഇൻ മോർ പ്രോഡക്റ്റ്, നോട്ട് ഓൺലി മോർ ഓഫ് ദ സെയിം പ്രോഡക്റ്റ് ബട്ട് ഗ്രേറ്റർ പ്രോഡക്റ്റ് വെറൈറ്റി. ഇതിപ്പോൾ നമ്മൾ നോക്കിയ പോയിന്റ് തന്നെയാണ്. കൂടുതലായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത് വഴി അവിടെ ഇൻക്രീസ് ഇൻ പ്രോഡക്റ്റ് സംഭവിക്കും. അതേപോലെയോ കൂടുതലായിട്ട് ചോയ്സ് ഉണ്ടാകും, ഗ്രേറ്റർ പ്രൊഡക്റ്റ് വെറൈറ്റി ഉണ്ടാകും. അതാണ് ഇവിടെ പറയുന്നത്. ബൈ എൻഹാൻസിങ് ഓവറോൾ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫെസിലിറ്റേറ്റിംഗ് ഇന്നോവേഷൻ ട്രേഡ് ക്യാൻ ബ്രിങ് സസ്റ്റെയിൻ ഹയർ ഗ്രോത്ത്. ഇതിലെന്താ പറയുന്നത്, ഇൻവെസ്റ്റ്മെന്റ് അതേപോലെ ഇന്നോവേഷൻ ഒക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് വഴി അത് ട്രേഡിൽ ഹയർ ഗ്രോത്ത് ഉണ്ടാകാൻ കാരണമാകുന്നു. ഓക്കെ അല്ലേ? ഇതാണ് മെയിൻ കൺസെപ്റ്റ് ആയിട്ട് ഇവിടെ പറയുന്നത്.
അപ്പം ഇതാണ് മെയിനായിട്ട് ഹെക്ഷർ-ഓഹ്ലിൻ തിയറി ഓഫ് ട്രേഡിൽ പറയുന്നത്. ഫാക്ടർ എൻഡോൺമെന്റ്സിനെ കുറിച്ചാണ് മെയിനായിട്ട് ഇതിൽ പറയുന്നത്. ലേബറും അതേപോലെ തന്നെ ക്യാപിറ്റലും. ക്യാപിറ്റൽ കൂടുതലായിട്ടുള്ള കൺട്രി ഏത് തരത്തിലുള്ള പ്രോഡക്റ്റ്സ് ആണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത്? ക്യാപിറ്റൽ ഇൻറ്റൻസീവ് പ്രോഡക്ട്സ് ആണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത്. അതേപോലെ ലേബർ കൂടുതലായിട്ടുള്ള കൺട്രിക്കോ ലേബർ സഫിഷ്യൻസി ഉള്ള കൺട്രി ലേബർ ഇൻറ്റൻസീവ് പ്രോഡക്ട്സ് ആണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ ഫസ്റ്റ് ഒരു കൺസെപ്റ്റ് പറഞ്ഞായിരുന്നു. എന്താണ്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞായിരുന്നു ഹെക്ഷർ-ഓഹ്ലിൻ തിയറി കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറിയോട് റിലേറ്റഡ് ആണ്. എങ്ങനെയാണ്? അതായത് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറിയാണ് ഹെക്ഷർ-ഓഹ്ലിൻ തിയറിയുടെ ഒരു ഫൗണ്ടേഷണൽ കൺസെപ്റ്റ് ആയിട്ട് പറയുന്നത്. ഇതിന്റെ പ്രീവിയസ് തിയറിയായ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജും അതേപോലെ തന്നെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജും ക്ലിയർ ആണെങ്കിൽ ഇത് തമ്മിലുള്ള റിലേഷൻ നമുക്ക് ക്ലിയർ ആകും. അപ്പോൾ നമ്മൾ ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കാം. അപ്പം നമ്മളൊരു എക്സാമ്പിൾ നോക്കാം. ഇതിലെന്താ മെയിനായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്? കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി എങ്ങനെയാണ് ഹെക്ഷർ-ഓഹ്ലിൻ തിയറിയുടെ ഫൗണ്ടേഷൻ കൺസെപ്റ്റ് ആകുന്നത്, അതാണ് ഈ എക്സാമ്പിൾ മെയിനായിട്ട് പറയുന്നത്. അപ്പം നമ്മൾ എക്സാമ്പിൾ നോക്കാം. ഹെക്ഷർ-ഓഹ്ലിൻ തിയറിയിൽ മെയിനായിട്ട് പറഞ്ഞത് എന്താണ്? ഫാക്ടർ എൻഡോൺമെന്റ്സിനെ കുറിച്ചാണ്. അതായത് ലേബറും ക്യാപിറ്റലും. ലേബർ കൂടുതലായിട്ടുള്ള കൺട്രി എന്താ ചെയ്യേണ്ടത്? ലേബർ പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യണം. അതേപോലെ ക്യാപിറ്റലിൽ സഫിഷ്യൻ്റ് ആയിട്ടുള്ള കൺട്രി ക്യാപിറ്റൽ പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യണം. അതാണ് മെയിൻ കൺസെപ്റ്റ്. അപ്പോൾ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജിൽ എന്താ പറഞ്ഞത്? കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജിൽ 2 കൺട്രീസ് ഉണ്ട്. അതിൽ ഒരു കൺട്രിക്ക് മാത്രമാണ് 2 പ്രോഡക്റ്റിലും അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ളത്. ഈ സിറ്റുവേഷനിൽ അവർ ട്രേഡ് ചെയ്യുമ്പോഴും 2 കൺട്രിക്ക് ബെനിഫിറ്റ് കിട്ടും. പക്ഷേ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറിയാണ് ഹെക്ഷർ-ഓഹ്ലിൻ തിയറിയുടെ ഒരു ഫൗണ്ടേഷൻ കൺസെപ്റ്റ് ആയിട്ട് പറയുന്നത്. 2 കൺട്രീസ് എടുക്കാം. 2 കൺട്രീസിൽ ഫസ്റ്റ് എന്താണ്? ഇന്ത്യ അതേപോലെ തന്നെ US. ഓക്കെ അല്ലേ? ഇന്ത്യയും US ആണ് എടുത്തേക്കുന്നത്. ഇന്ത്യ എങ്ങനെയാണ്? ഇന്ത്യ ലേബർ പ്രൊഡക്ടിവിറ്റി കൂടുതലുള്ള കൺട്രിയാണ്. US ക്യാപിറ്റൽ പ്രൊഡക്ടിവിറ്റി കൂടുതലുള്ള കൺട്രി. ഓക്കെ അല്ലേ? ഈ 2 കൺട്രീസ് മെയിനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടെക്സ്റ്റൈലും അതേപോലെ എയറോസ്പേസ് എക്യുപ്മെന്റ്സുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സിറ്റുവേഷനിൽ നമ്മൾ നോക്കാം. പെർ ലേബർ ഹവർ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ ഇന്ത്യ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പെർ ഹവറിന് 100 യൂണിറ്റ്സ് ഓഫ് ടെക്സ്റ്റൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. US പെർ ഹവറിന് 70 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ എയറോസ്പേസ് എടുക്കുവാണെങ്കിലും ഇന്ത്യ എങ്ങനെയാണ്? 50 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കറസ്പോണ്ടിങ് ആയിട്ട് US 40 ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ഇത് എങ്ങനെയാണ് നമുക്ക് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജിന്റെ കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? അപ്പം നമ്മൾ ഫസ്റ്റ് ഇന്ത്യ കൺസിഡർ ചെയ്യാം. ഇതിൽ പറയുന്നത് 2 പ്രോഡക്ട്സ് ഉണ്ട്, ടെക്സ്റ്റൈലും എയറോസ്പേസും. അതിന്റെ പ്രോഡക്ട്സ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 100 യൂണിറ്റ്സും 50 യൂണിറ്റ്സുമാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. US എങ്ങനെയാണ് കറസ്പോണ്ടിങ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 70 യൂണിറ്റ്സും 40 യൂണിറ്റ്സും. സോ 2 പ്രോഡക്ട്സിലും ഇന്ത്യക്കാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് കൂടുതലായിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇതിൽ മെയിൻ ആയിട്ട് പറഞ്ഞത് ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോഴും 2 കൺട്രി ട്രേഡ് ചെയ്യുമ്പോൾ 2 കൺട്രിക്കും ബെനിഫിറ്റ് കിട്ടും. ഇതാണ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജിന്റെ തിയറിയിൽ നമ്മൾ ക്ലിയർ ആയിട്ട് നോക്കിയത്. ഇത് എങ്ങനെയാണ് ഹെക്ഷർ-ഓഹ്ലിനിൽ റിലേറ്റ് ചെയ്യുന്നത്? അത് നമ്മളിപ്പോൾ നോക്കാം. കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറിയുടെ എക്സാമ്പിളിൽ നമ്മളിങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്തത് എങ്ങനെയാണ്? US എന്ന കൺട്രിക്ക് 2 പ്രോഡക്റ്റിനും അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇല്ല. ഈ സിറ്റുവേഷനിൽ US ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഇന്ത്യക്ക് എക്സ്പോർട്ട് ചെയ്യണം. കറസ്പോണ്ടിങ് ഇന്ത്യ എന്നാ ചെയ്യണം? ഇന്ത്യയും ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് US വേണ്ടി തിരിച്ച് എക്സ്പോർട്ട് ചെയ്യും. ഇങ്ങനെയാണ് ചെയ്തത്. അപ്പം ഏത് പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഇന്ത്യക്കും US ബെനിഫിറ്റ് കിട്ടുന്നത്? അതാണ് ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് ഇന്ത്യയുടെ ഗെയിൻ നോക്കാം. ഇന്ത്യക്ക് ഏത് പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഗെയിൻ കിട്ടുന്നത്? ഈ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇതിൽ മെയിൻ ആയിട്ട് ഹെക്ഷർ-ഓഹ്ലിൻ തിയറി എങ്ങനെയാണ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറിയിൽ റിലേറ്റ് ചെയ്യുന്നത്? ഞാനത് വീണ്ടും പറയാൻ കാരണം ഇത് ടെക്സ്റ്റിൽ ഇങ്ങനെ ഇത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല. സോ അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പം ഇന്ത്യക്ക് ലേബറാണോ ക്യാപിറ്റലാണോ സഫീഷ്യൻ്റ് ഉള്ളത്? ലേബറാണ് ഇന്ത്യനെ സംബന്ധിച്ച് സഫീഷ്യൻ്റ് ആയിട്ട് ഉള്ളത്. ഓക്കെ അല്ലേ? അതേപോലെ യുഎസിന് ക്യാപിറ്റൽ. ഈ സിറ്റുവേഷനിൽ US എന്ത് ചെയ്യും? യുഎസിന് ക്യാപിറ്റൽ കൂടുതലുള്ളത് കൊണ്ട് തന്നെ എയറോസ്പേസ് ടെക്നോളജി പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യാൻ ട്രൈ ചെയ്യും. ഇന്ത്യക്ക് ലേബർ കൂടുതലുള്ളത് കൊണ്ട് തന്നെ ടെക്സ്റ്റൈലാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. ഇതാണ് ഇവിടെ മെയിൻ ആയിട്ട് പറയുന്നത്. 2 കൺട്രീസ് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും പ്രൊഡക്റ്റ് അല്ല അവർ ട്രേഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്, അവരുടെ ലേബറും അതേപോലെ തന്നെ ക്യാപിറ്റലിന്റെ ബേസിലാണ് അവർ ചെയ്തേക്കുന്നത്. ഇന്ത്യയെ നമ്മൾ നോക്കാം. ഇന്ത്യക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? സപ്പോസ് ഇന്ത്യ ടെക്സ്റ്റൈലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ യുഎസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ എയറോസ്പേസ്, കാരണം അവർക്ക് ക്യാപിറ്റൽ കൂടുതലുണ്ട്. അതുകൊണ്ടാണ് എയറോസ്പേസ് ടെക്നോളജി അവർ മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് ഇന്ത്യയുടെ ബെനിഫിറ്റ് നോക്കാം. ഇന്ത്യക്ക് എന്താ ബെനിഫിറ്റ് കിട്ടുന്നത്? എയറോസ്പേസ് ടെക്നോളജി ഇന്ത്യയുടെ ബെനിഫിറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ അല്ലേ? എയറോസ്പേസ് ടെക്നോളജി ഇന്ത്യക്ക് കിട്ടും. അതേപോലെ ഇന്ത്യക്ക് വേറെ ഏതിലാണ് ബെനിഫിറ്റ് ഉള്ളത്? ടെക്സ്റ്റൈലിൽ ബെനിഫിറ്റ് ഇല്ലേ? കാരണം എന്നാ? ഇന്ത്യ ലേബർ പ്രൊഡക്ടിവിറ്റി കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ അവർ ടെക്സ്റ്റൈൽ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സിറ്റുവേഷനിൽ ടെക്സ്റ്റൈൽ എങ്ങനെ ഇന്ത്യയുടെ ബെനിഫിറ്റ് ആവുന്നത്? കാരണം ഈ ലേബർ പ്രൊഡക്ടിവിറ്റിയാണ് പറയുന്നത്. ഇന്ത്യക്ക് ലേബർ പ്രൊഡക്ടിവിറ്റി കൂടുതലാണ്, അല്ലെങ്കിൽ അബുഡന്റ് ലേബേഴ്സ് ഉണ്ട്. ഇതാണ് ഹെക്ഷർ-ഓഹ്ലിൻ തിയറിയിൽ പറയുന്നത്. അബുഡന്റ് ലേബേഴ്സ് ഉണ്ടെങ്കിൽ ആ സിറ്റുവേഷനിൽ എന്താ ചെയ്യുന്നത്? കൂടുതലായിട്ടുള്ള ലേബർ പ്രൊഡക്ടിവിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റിനെയാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത്.
ഈ സിറ്റുവേഷനിൽ ഇന്ത്യ എന്ത് ചെയ്തു? ടെക്സ്റ്റൈലിനെ എക്സ്പോർട്ട് ചെയ്തു US-ന് വേണ്ടി. എയറോസ്പേസ് ടെക്നോളജിനെ ഇന്ത്യ എന്ത് ചെയ്തു? ഇമ്പോർട്ട് ചെയ്തു എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റൈൽ പ്രൊഡ്യൂസ് ചെയ്തത് വഴി ഇന്ത്യ കൂടുതലായിട്ട് ലേബേഴ്സിനെ യൂട്ടിലൈസ് ചെയ്തു. അതാണ് ഇതിന്റെ മെയിൻ കൺസെപ്റ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത് മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത് US-ന് എങ്ങനെയാണ് ബെനിഫിറ്റ് ക്രിയേറ്റ് ചെയ്തത്? ടെക്സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്തില്ലേ? ഇന്ത്യ US-ന് ടെക്സ്റ്റൈൽ എന്ത് ചെയ്യും? എക്സ്പോർട്ട് ചെയ്യും. അതേപോലെ തന്നെ എന്താണ്? US-ന്റെ അടുത്ത് ഓൾറെഡി എയറോസ്പേസ് ഉണ്ട്. ഈ എയറോസ്പേസ് ടെക്നോളജി ഇന്ത്യക്ക് വേണ്ടി എക്സ്പോർട്ട് ചെയ്യും. അതേപോലെ തന്നെയോ അവർ കൂടുതലായിട്ട് ക്യാപിറ്റൽ എന്ത് ചെയ്തു? യൂട്ടിലൈസ് ചെയ്തു. എയറോസ്പേസിന്റെ കേസിൽ അവർ കൂടുതലായിട്ട് ക്യാപിറ്റൽ ടെക്നോളജി യൂട്ടിലൈസ് ചെയ്തു. അതാണ് ഇവിടെ മെയിൻ ആയിട്ട് പറയുന്നത്. ഈ സിറ്റുവേഷനിൽ നമുക്ക് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജിന്റെ എക്സാമ്പിൾ നോക്കിയ പോലെ തന്നെ രണ്ട് കൺട്രീസും ട്രേഡ് ചെയ്യുമ്പോൾ പ്രൊഡക്ടിവിറ്റിയും അതേപോലെ അതിന്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും. രണ്ട് കൺട്രീസിനും ബെനിഫിറ്റ് ഉണ്ടാക്കും. ഇതാണ് മെയിൻ കൺസെപ്റ്റ് ആയിട്ട് ഹെക്സർ-ഓഹ്ലിൻ തിയറിയിൽ പറയുന്നത്. ഓക്കെ അല്ലേ? നമ്മൾ ഫസ്റ്റ് ഇവിടെ നോക്കിയ ഹെക്സർ-ഓഹ്ലിൻ തിയറിയിൽ മെയിൻ ആയിട്ട് പറയുന്നത് ഫാക്ടർ എൻവയോൺമെന്റ് കൺസെപ്റ്റിനെ കുറിച്ചാണ്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ലേബറും അതേപോലെ തന്നെ ക്യാപിറ്റലും എങ്ങനെയാണ് ട്രേഡിനെ അഫക്ട് ചെയ്യുന്നത്, അതേപോലെ തന്നെ എങ്ങനെയാണ് ട്രേഡിൽ ബെനിഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. കൂടുതലായിട്ട് വൈഡ് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് അതേപോലെ മോർ ചോയ്സസ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത് എങ്ങനെയാണ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജിനോട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, അതാണ് ഇപ്പം നമ്മൾ നോക്കിയ എക്സാമ്പിൾ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. ഇത് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കുക. മെയിനായിട്ട് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറിയും ഹെക്സർ-ഓഹ്ലിൻ തിയറിയും ഒന്ന് കമ്പയർ ചെയ്ത് നമുക്ക് നോക്കുവാണെങ്കിൽ ഈ ഐഡിയ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ അടുത്ത പോർഷനിലേക്ക് പോകാം. അടുത്ത് പറഞ്ഞിരിക്കുന്ന പോർഷനാണ് കമ്പാരിസൺ ഓഫ് തിയറി ഓഫ് കമ്പാരിറ്റീവ് കോസ്റ്റ് ആൻഡ് മോഡേൺ തിയറി. ഈ മോഡേൺ തിയറി എന്ന് പറയുന്നത് ഹെക്സർ-ഓഹ്ലിൻ തിയറിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഡിഫറൻസ് നോക്കാം. തിയറി ഓഫ് കമ്പാരിറ്റീവ് കോസ്റ്റ്. The basis is the difference between countries is comparative cost. ഇതിലെന്താ പറയുന്നത്? അതായത് എക്സ്പോർട്ട് ഇമ്പോർട്ട് മെയിൻ ആയിട്ട് ട്രേഡ് ഏത് ബേസിസിലാണ് ചെയ്യുന്നത്? കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജിന്റെ ബേസിസിലാണ്, അല്ലെങ്കിൽ കമ്പാരിറ്റീവ് കോസ്റ്റിന്റെ ബേസിസിലാണ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറിയിൽ പറഞ്ഞിരുന്നത്. പക്ഷേ മോഡേൺ തിയറിയിലോ ഹെക്സർ-ഓഹ്ലിൻ തിയറിയിൽ പറയുന്നത് കോസസ് ഓഫ് ഡിഫറൻസ് ഇൻ ദ കമ്പാരിറ്റീവ് കോസ്റ്റ് ആസ് ഡിഫറൻസ് ഇൻ ദ ഫാക്ടർ എൻഡോൺമെന്റ്സ്. മോഡേൺ തിയറിയിൽ പറയുന്നത് എന്താണ്? നമ്മളിപ്പോൾ നോക്കിയതാണ് ലേബർ അതേപോലെ തന്നെ ക്യാപിറ്റൽ ഫാക്ടർ എൻഡോൺമെന്റ്സിന്റെ ബേസിസിലാണ് ട്രേഡിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അടുത്ത പോയിന്റ് എങ്ങനെയാണ്? ബേസ്ഡ് ഓൺ ലേബർ തിയറി ഓഫ് വാല്യൂ. കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറിയിൽ മെയിൻ ആയിട്ട് അത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റിലാണ് പറയുന്നത്. പക്ഷേ ഇതെന്തിനാണ് ഇവിടെ ലേബർ തിയറി എന്ന് കൊടുത്തേക്കുന്നത്? കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന്റെ ബേസിസിലാണെങ്കിലും അത് അബ്സല്യൂട്ട് കോസ്റ്റിൽ ഇരുന്നാണ് കണ്ടിന്യൂ ചെയ്തു വരുന്നത്. ഹിസ്റ്റോറിക്കലി എങ്ങനെയായിരിക്കും? അത് ലേബർ തിയറിയിൽ റിലേറ്റഡ് ആണ്. അതാണ് ഇവിടെ മെയിൻലി ലേബർ തിയറി ഓഫ് വാല്യൂ എന്ന് ഈ പോയിന്റ് കൊടുത്തേക്കുന്നത്. ഈ പോയിന്റ് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. മോഡേൺ തിയറിയിൽ എങ്ങനെയാണ്? ബേസ്ഡ് ഓൺ മണി കോസ്റ്റ് വിച്ച് ഇസ് മോർ റിയലിസ്റ്റിക്. മോഡേൺ തിയറി നമുക്കറിയാം പ്രൊഡക്ഷൻ കോസ്റ്റ് ഒക്കെ എങ്ങനെയായിരിക്കും? മോണിറ്ററി ടേംസിലായിരിക്കും മെഷർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ മണി കോസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? ലേബർ ആസ് എ സോൾ ഫാക്ടർ. അതായത് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി നമുക്കറിയാം അവിടെ ലേബറിനെയാണ് മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്തത്. പക്ഷേ മോഡേൺ തിയറിയിലോ ലേബർ ആൻഡ് ക്യാപിറ്റൽ നമ്മളിപ്പോൾ നോക്കിയതാണ് ഫാക്ടർ എൻഡോൺമെന്റ്സ് ഉണ്ട്. 2 ഫാക്ടർ മോഡൽ ആൻഡ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ടു മോർ ഫാക്ടേഴ്സ്. മെയിൻലി 2 ഫാക്ടർ മോഡലിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, ലേബറും അതേപോലെ ക്യാപിറ്റലും. കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറിയുടെ അടുത്ത പോയിന്റ് എന്താണ്? ഇന്റർനാഷണൽ ട്രേഡ് ഈസ് ക്വൈറ്റ് ഡിസ്റ്റിങ്ക്ട് ഫ്രം ഡൊമസ്റ്റിക് ട്രേഡ്. അതായത് ഡൊമസ്റ്റിക് ട്രേഡ് ഇന്റർനാഷണൽ ട്രേഡിനേക്കാളും ഡിസ്റ്റിങ്ക്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിരിക്കും. മോഡേൺ തിയറിയിലോ ഇന്റർനാഷണൽ ട്രേഡ് ഈസ് ഓൺലി എ സ്പെഷ്യൽ കേസ് ഓഫ് ഇന്റർ റീജിയണൽ ട്രേഡ്. ഇന്റർനാഷണൽ ട്രേഡ് ഇന്റർ റീജിയണൽ ട്രേഡ് ഒരു സ്പെഷ്യൽ കേസാണ്. ഇന്റർ റീജിയണൽ ട്രേഡ് എന്ന് വെച്ചാൽ നമുക്ക് ഷോർട്ട് ആയിട്ട് പറയുവാണെങ്കിൽ ഡിഫറെന്റ് റീജിയൻസ് തമ്മിൽ ഡിഫറെന്റ് പ്രോഡക്ട്സിന്റെ ട്രേഡിനെയാണ് ഇന്റർ റീജിയണൽ ട്രേഡ് എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ US എന്ത് ചെയ്യുന്നു? US ചൈനയ്ക്ക് ടെക്നോളജി എക്സ്പോർട്ട് ചെയ്യുന്നു. കറസ്പോണ്ടിങ് ആയിട്ട് ചൈന എന്ത് ചെയ്യുന്നു? ചൈന അതിന് പകരം ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഇതാണ് മെയിൻ ആയിട്ട് ഇതിൽ പറഞ്ഞേക്കുന്നത്. സോ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത പോയിന്റ് എന്താണ്? സ്റ്റഡി ഓൺലി കമ്പാരിറ്റീവ് കോസ്റ്റ്. കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി നമുക്കറിയാം, അതിൽ കമ്പാരിറ്റീവ് കോസ്റ്റിന്റെ ബേസിസിലാണ് പറഞ്ഞേക്കുന്നത്. മോഡേൺ തിയറിയിലോ കൺസിഡർ ദ റിലേറ്റീവ് പ്രൈസ് ഓഫ് ഫാക്ടർ ഇൻഫ്ലുവൻസ് ദ കമ്പാരിറ്റീവ് കോസ്റ്റ്. മെയിൻലി ഓരോ ഫാക്ടറിന്റെയും പ്രൈസിനെ ബേസ് ചെയ്താണ് മോഡേൺ തിയറിയിൽ പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത് പറയുന്ന പോയിന്റ് എന്താണ്? പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി ഓഫ് വർക്കേഴ്സിനെയാണ് മെയിൻ ആയിട്ട് പറയുന്നത്. ലേബർ തിയറി ബേസിസിലാണ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറിയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് വർക്കേഴ്സിന്റെ പ്രൊഡക്ഷൻ എഫിഷ്യൻസിയാണ് ഡിനോട്ട് ചെയ്യുന്നത്. മോഡേൺ തിയറിയിൽ എന്താ പറയുന്നത്? ആട്രിബ്യൂട്ട്സ് ദ ഡിഫറൻസ് ഇൻ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ടു ദ ഡിഫറൻസ് ഇൻ ഫാക്ടർ എൻഡോൺമെന്റ്സ്. ഇത് നമുക്കറിയാം ഫാക്ടർ എൻഡോൺമെന്റ്സിന്റെ ബേസിസിലാണ് മോഡേൺ തിയറി പറയുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. ഡസ് നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ ഫാക്ടർ പ്രൈസ് ഡിഫറൻസസ്. ഇതിലെന്താ പറയുന്നത്? കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറിയിൽ ഫാക്ടർ പ്രൈസ് ഡിഫറൻസസ് കൺസിഡർ ചെയ്യുമോ? ഫൈനൽ പ്രോഡക്റ്റിന്റെ പ്രൈസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. മോഡേൺ തിയറിയിൽ മെയിൻ ആയിട്ട് ഓരോ പ്രോഡക്റ്റിന്റെയും അതിന്റെ ഓരോ ഫാക്ടേഴ്സിന്റെയും പ്രൈസ് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ അല്ലേ? കോസ്റ്റ് കമ്മോഡിറ്റി പ്രൈസ് ഡിഫറൻസസ്.
ഡസ് നോട്ട് പ്രൊവൈഡ് ദ കോസ് ഓഫ് ദ ഡിഫറൻസ് ഇൻ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്. അതിന്റെ കോസ് പറഞ്ഞിരുന്നോ? കോസ് പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ഹെക്സർ-ഓഹ്ലിൻ തിയറിയിൽ എന്താ പറയുന്നത്? എക്സ്പ്ലെയിൻസ് ദ ഡിഫറൻസ് ഇൻ ദ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഇൻ ടേംസ് ഓഫ് ഫാക്ടർ എൻഡോൺമെന്റ്സ്. ഫാക്ടർ എൻഡോൺമെന്റ്സിന്റെ ബേസിസിൽ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജിന്റെ ഡിഫറൻസ് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് പോയിന്റ് എന്താണ്? നോർമേറ്റീവ്. അതായത് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി നോർമേറ്റീവും മോഡേൺ ഹെക്സർ-ഓഹ്ലിൻ തിയറി പോസിറ്റീവ് ആയിട്ടുമാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? ഡിമോൺസ്ട്രേറ്റ് ദ ഗെയിൻസ് ഫ്രം ദ ഇന്റർനാഷണൽ ട്രേഡ്. കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി മെയിൻ ആയിട്ട് ഒരു ജഡ്ജ്മെന്റ് ആയിട്ട് ഒരു ഒപ്പീനിയൻ പോലെയാണ് പറയുന്നത്. അതായത് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ കൺട്രി എ എന്ത് ചെയ്യണം? കൺട്രി എ ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് ചെയ്യണം, കാരണം അതിന് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ട്. സോ ഇങ്ങനത്തെ ഫാക്ടേഴ്സ് ആണ് നോർമേറ്റീവ് ആയിട്ട് പറയുന്നത്. പോസിറ്റീവ് ആണെങ്കിലോ കോൺസെൻട്രേറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ട്രേഡ്. പോസിറ്റീവ് ആണെങ്കിൽ മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നു? ട്രേഡിന്റെ പാറ്റേൺസിനൊക്കെ ഒബ്സർവ് ചെയ്യുന്നു, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഫാക്ട് ഡേറ്റ അതിനൊക്കെ ഫോക്കസ് ചെയ്യുന്നു. അപ്പം ഇതാണ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറിയും അതേപോലെ തന്നെ മോഡേൺ തിയറിയും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇത് മനസ്സിലേക്കാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത പോർഷൻ നോക്കാം. അടുത്ത് പറഞ്ഞിരിക്കുന്ന പോർഷനാണ് ഗ്ലോബലൈസേഷൻ ആൻഡ് ന്യൂ ഇന്റർനാഷണൽ ട്രേഡ് തിയറി. ഇതിലെന്താണ് മെയിൻ ആയിട്ട് പറയുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് ആണ് ട്രേഡ് ഈസ് എ പോസിറ്റീവ് സം ഗെയിം. പോസിറ്റീവ് സം ഗെയിം എന്ന് വെച്ചാൽ എന്താണ്? സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഓൾ പാർട്ടീസ് ഗെറ്റ് ബെനിഫിറ്റ് എന്ന് പറയാം. അതായത് ഒരു ട്രേഡിൽ ഇൻക്ലൂഡ് ആവുന്ന എല്ലാ പാർട്ടീസിനും കിട്ടുന്ന ബെനിഫിറ്റിനെയാണ് പോസിറ്റീവ് സം ഗെയിം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ മ്യൂച്വൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അമേരിക്കൻ എക്കണോമിസ്റ്റ് and journalist Paul Krugman received 2008 Nobel Prize for Economics for his work in economic geography in identifying the international trade pattern. So international trade pattern identify ചെയ്തത് ആരാണ്? പോൾ ക്രുഗ്മാൻ ആണ്. സോ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക പേര്. The Heckscher-Ohlin model predict that trade would be based on such factors as the ratio of capital to labor. Capital-rich countries export capital-intensive goods and import labor-intensive goods from labor-rich countries. ഇതിലെന്താ പറയുന്നത്? Capital-rich country എന്തായിരിക്കും? Capital-intensive product export ചെയ്യും. Labor-rich country എങ്ങനെയായിരിക്കും? Labor-intensive product export ചെയ്യും. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. പക്ഷേ ഹെക്സർ-ഓഹ്ലിൻ തിയറിയിൽ എങ്ങനെയായിരുന്നു? ക്യാപിറ്റൽ റിച്ച് കൺട്രീസ് ലേബർ റിച്ച് കൺട്രിക്കാണ് പ്രോഡക്റ്റ് ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്തത്. അതേപോലെ തന്നെ ലേബർ റിച്ച് കൺട്രി ക്യാപിറ്റൽ റിച്ച് കൺട്രിക്കാണ് ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്തത്. ഇങ്ങനെയായിരുന്നു ട്രേഡ് നടന്നിരുന്നത്. പക്ഷേ പോൾ ക്രുഗ്മാൻ പറയുന്നത് എന്താണ്? പോൾ ക്രുഗ്മാൻ പറയുന്ന മെയിൻ പോയിന്റ് ഇതാണ്. പോൾ ക്രുഗ്മാൻ നോട്ടീസ് ദാറ്റ് മോസ്റ്റ് ഇന്റർനാഷണൽ ട്രേഡ് ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ കൺട്രീസ് with roughly same ratio of capital to labor. The auto industry in capital intensive Sweden, for example, export cars to capital intensive America, while Swedish consumers also import car from America. സ്വീഡന് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഓട്ടോ ഇൻഡസ്ട്രി ഉണ്ട്. സോ സ്വീഡൻ എന്ത് ചെയ്യുന്നു? കാറ് അമേരിക്കയ്ക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ അമേരിക്ക എന്ന കൺട്രിയാണ്? അമേരിക്കയും ക്യാപിറ്റൽ ഇൻറ്റൻസീവ് കൺട്രി അല്ലേ? സ്വീഡനിൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ് ഉണ്ട്. സോ സ്വീഡൻ എന്ത് ചെയ്യുന്നു? കാർ എക്സ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ ആർക്കാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്? അമേരിക്ക. പക്ഷെ അമേരിക്ക എന്താണ്? ക്യാപിറ്റൽ ഇൻറ്റൻസീവ് കൺട്രിയാണ്. പക്ഷെ നമ്മൾ ഇതുവരെ നോക്കിയത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് കൺട്രി ലേബർ ഇൻറ്റൻസീവ് കൺട്രിക്കാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ സിറ്റുവേഷൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്? അതേപോലെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. വി ഹാവ് കാർസ് മെയ്ഡ് ഇന്ത്യ, വി പർച്ചേസ് മെനി കാർസ് മെയ്ഡ് ഇൻ അതർ കൺട്രീസ്. ഇവിടെ എന്താ മെയിൻ ആയിട്ട് പറയുന്നത്? നമ്മൾ കാറ് ഇന്ത്യയിൽ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മൾ കാർ ഇമ്പോർട്ടും ചെയ്യുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്താണ്? മെയിൻ റീസൺ ആയിട്ട് ഇവിടെ പറയുന്നത് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കോസ്റ്റ് എന്തായിരിക്കും? പെർ യൂണിറ്റ് കോസ്റ്റ് കുറയും. അതേപോലെ എന്താണ്? പ്രോഡക്റ്റിൻ്റെ വെറൈറ്റി നമ്മൾ ഇത്ര നേരം നോക്കിയ കൺസെപ്റ്റ് തന്നെയാണ്. കൂടുതലായിട്ട് വെറൈറ്റി കിട്ടും, കൂടുതലായിട്ട് ചോയ്സ് കിട്ടും. അതേപോലെ പറയുവാണെങ്കിൽ ഇൻട്രാ ഇൻഡസ്ട്രി ട്രേഡ് എന്ന കൺസെപ്റ്റും കൂടെ പറയാം. ഇൻട്രാ ഇൻഡസ്ട്രി ട്രേഡ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻട്രാ ഇൻഡസ്ട്രി ട്രേഡ് എന്ന് വെച്ചാൽ കൺട്രി ഓർ സ്റ്റേറ്റ് തമ്മിൽ സിമിലർ പ്രൊഡക്ട്സ് എന്ത് ചെയ്യുക? ട്രേഡ് ചെയ്യുക. അതാണ് ഇവിടെ പറയുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ഇവിടെ പറയുന്നത്. എക്കോണമീസ് ഓഫ് സ്കെയിൽ ആണ് ഫസ്റ്റ് പോയിന്റ്. As a firm produce more of a product, its cost per unit keep going down. So if the firm serve domestic as well as in foreign market instead of just one, then it can reap benefit of large scale of production. The profit are likely to be higher. മെയിൻ ആയിട്ട് ഇവിടെ എന്താ പറയുന്നത്? ലാർജ് ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പെർ യൂണിറ്റ് കോസ്റ്റ് കുറയും. അതുകൊണ്ട് തന്നെ എന്താണ്? ലാർജ് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ നടത്താൻ പറ്റും, പ്രോഫിറ്റ് അവിടെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അടുത്ത പോയിന്റ് എന്താണ്? നെറ്റ്വർക്ക് എഫക്റ്റ്. ഇതിലെന്താ പറയുന്നത്? നെറ്റ്വർക്ക് എഫക്റ്റ് റെഫേഴ്സ് ടു ദ വേ one person's value for a good or service is affected by the value of good or service to others. ഒരു പേഴ്സന്റെ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത്? ബാക്കിയുള്ളവരുടെ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ബേസിസിലാണ്. ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ നോക്കാം. സോഷ്യൽ മീഡിയ എങ്ങനെയാണ്? കൂടുതലായിട്ട് യൂസേഴ്സ് വരുമ്പോൾ കൂടുതലായിട്ട് വാല്യൂ ഉണ്ടാവും. നമ്മൾ മൊബൈൽ ഫോൺ നോക്കുവാണെങ്കിൽ കൂടുതൽ പീപ്പിൾ അത് കൺസ്യൂം ചെയ്യുമ്പോൾ അതെങ്ങനെയായിരിക്കും? അതിന്റെ നെറ്റ്വർക്കിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യും. അതാണ് ഈ കൺസെപ്റ്റിൽ മെയിൻ ആയിട്ട് പറയുന്നത്. The value of a product or services is enhanced as the
നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസിന്റെ ബേസിസിലായിരിക്കും ഇതിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നത്. ഇത് ബാൻഡ് വാഗൺ എഫക്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതും നമുക്കറിയാവുന്ന ഒരു കൺസെപ്റ്റാണ്. Consumers like more choices, but they are also want products and services with high utility. The network effect increases the utility obtained from these products over the. ഇതിൽ എന്താ മെയിൻ ആയിട്ട് പറയുന്നത്? കൺസ്യൂമേഴ്സിന് കൂടുതലായിട്ടുള്ള ചോയ്സ് വേണം, അറ്റ് ദ സെയിം ടൈം എങ്ങനെ ഇരിക്കണം, ഹൈ യൂട്ടിലിറ്റി ഉണ്ടായിരിക്കണം. സോ നെറ്റ്വർക്ക് എഫക്റ്റിൽ എന്താ പറയുന്നത്? നെറ്റ്വർക്ക് എഫക്ട് ഇൻക്രീസ് ദ യൂട്ടിലിറ്റി ഒബ്റ്റൈൻഡ് ഫ്രം ദീസ് പ്രോഡക്ട്സ് ഓവർ ദ അതേഴ്സ്. സോ നെറ്റ്വർക്ക് എഫക്ട് എന്ത് ചെയ്യുന്നു? യൂട്ടിലിറ്റിനെ ഇൻക്രീസ് ചെയ്യുന്നു. അതാണ് മെയിൻ കൺസെപ്റ്റ് ആയിട്ട് പറയുന്നത്. ഇതിൽ മെയിൻ ആയിട്ട് മൊബൈൽ ആപ്പ്, വാട്സപ്പ്, അതേപോലെ സോഫ്റ്റ്വെയർ ലൈക്ക് മൈക്രോസോഫ്റ്റ് വിൻഡോസ്, ഇത് എക്സാമ്പിൾ ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. സോ ഇതിൽ മെയിൻ ആയിട്ട് നെറ്റ്വർക്ക് എഫക്ട് എന്താണ് അതൊന്ന് മനസ്സിലാക്കി വെക്കുക. നെറ്റ്വർക്ക് എഫക്റ്റ് ഒരു പേഴ്സൻ്റെ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എങ്ങനെയാണ് അഫക്റ്റ് ആവുന്നത് അതാണ് പറയുന്നത് മെയിൻ ആയിട്ട്. അതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് ഫസ്റ്റ് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഓർക്കുവാണെങ്കിൽ ഇച്ചിരി കൂടി ഈസി ആയിട്ട് കിട്ടും. ന്യൂ ട്രേഡ് തിയറിയുടെ അഡ്വാൻറ്റേജ് ആണ് എക്കോണമീസ് ഓഫ് സ്കെയിലും നെറ്റ്വർക്ക് എഫക്റ്റും ആയിട്ട് പറയുന്നത്. സോ നമ്മൾ മേളിൽ നോക്കി ആ എക്സാമ്പിളും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് കൺട്രി തമ്മിലുള്ള ട്രേഡ് സംഭവിക്കാനുള്ള റീസൺസ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്. സോ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ട്രേഡ് പോസിറ്റീവ് സം ഗെയിം ആണ്. മെയിൻ ആയിട്ട് ഗ്ലോബലൈസേഷൻ ആൻഡ് ന്യൂ ഇന്റർനാഷണൽ ട്രേഡ് തിയറിയിൽ പറയുന്നത്. അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് ചാപ്റ്റർ 9 ഇന്റർനാഷണൽ ട്രേഡിന്റെ യൂണിറ്റ് 1 തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡിൽ പറയുന്ന കൺസെപ്റ്റ്. ഇതൊന്നും കൂടെ വായിച്ചു നോക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാകും. അപ്പോൾ ഇതൊന്നും കൂടെ വായിച്ചു നോക്കുക. ഇത് പറഞ്ഞതെല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യുക. ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം.